കേരളത്തിൻ്റെ ചരിത്രത്തിൽ തുടർച്ചയായി രണ്ടാം ഊഴം കിട്ടിയ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന വിശേഷണം സഖാവ് പിണറായി വിജയന് മാത്രം അവകാശപ്പെട്ടതാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന സമയത്ത് എന്തൊക്കെ കാട്ടിക്കൂട്ടലുകളും പ്രകടനങ്ങളുമാണോ നമ്മളുടെ സംസ്ഥാനത്ത് നടന്നത്, സമാനമായ കാട്ടിക്കൂട്ടലുകൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആന്റെ മറവിൽ സ്വർണം കടത്തി എന്നായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് UDF രാജ്യവ്യാപകമായി നടത്തിയ കുപ്രചരണം. എന്നാൽ അതിലൊന്നുമില്ല എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായി. എന്തൊക്കെ കോലാഹലങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സംസ്ഥാനത്ത് നടന്നത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. വ്യാപകമായ കുപ്രചരണങ്ങൾ സംഘടിതവും ആസൂത്രിതവുമായി സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്നു. അവസാനം എല്ലാ ഏജൻസികളും തലകുത്തി നിന്ന് അന്വേഷിച്ചിട്ടും ഒരു തരിമ്പും അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അന്ന് ഞാനായിരുന്നു പ്രതിക്കൂട്ടിൽ. എന്നെ കേന്ദ്രീകരിച്ചായിരുന്നു വലിയ തോതിലുള്ള കള്ളപ്രചാര വേലകൾ നടന്നത്. എല്ലാ അന്വേഷണങ്ങളും എല്ലാ ഏജൻസികളും നടത്തി. കസ്റ്റംസ് അന്വേഷിച്ചു, ED അന്വേഷിച്ചു, NIA അന്വേഷിച്ചു. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കേസുകൾ അന്വേഷിച്ചാൽ ഒരു 10 രൂപയെങ്കിലും പിഴയായിട്ട് ബന്ധപ്പെട്ട ഏജൻസികൾ ചുമത്തും. നോക്കി വരുമ്പോൾ നോക്കിയതെന്തോ അതിനാവില്ല, മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കാകും പിടിക്കപ്പെടുക. അങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ പിഴ ചുമത്തപ്പെട്ട ആളുകൾ നമ്മളുടെ സംസ്ഥാനത്ത് തന്നെ ഉണ്ട്. ആ നിലക്ക് എന്തെങ്കിലും തരത്തിലുള്ള പിഴകൾ 1 രൂപ അങ്ങനെ ചുമത്തപ്പെട്ടതായി ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ആരുടെയെങ്കിലും മേൽ? മുഖ്യമന്ത്രിയുടെ മകന് 2 വർഷം മുമ്പ് ED നോട്ടീസ് അയച്ചു എന്നാണ് ഇപ്പോഴുള്ള കണ്ടെത്തൽ. മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു മകനുള്ള വിവരം സത്യത്തിൽ ജനങ്ങൾ അറിയുന്നത് പോലും, വ്യാപകമായിട്ട് അറിയുന്നത് പോലും ഇപ്പോഴല്ലേ. ED നോട്ടീസ് അയച്ചു, ശരി. അന്വേഷണത്തിൽ എന്തെങ്കിലും കണ്ടെത്തിയോ? അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും പിഴ ചുമത്തിയോ? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് ED നോട്ടീസ് അയച്ചിട്ടുണ്ടല്ലോ. 2 ദിവസം പാണക്കാട്ട് വന്ന് ED ഉദ്യോഗസ്ഥന്മാർ തങ്ങളെ ചോദ്യം ചെയ്തിട്ടുണ്ടല്ലോ. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് നാട്ടിലെ പത്രക്കാരെ വിളിച്ചറിയിച്ചോ ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷന് ED നോട്ടീസ് അയച്ചിട്ടുണ്ട്, അവരന്വേഷിക്കാൻ വേണ്ടി ഇന്ന ദിവസം വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്? ആരെങ്കിലും അറിഞ്ഞിരുന്നോ ആ കാര്യം? ചന്ദ്രിക മുഖേന കോടിക്കണക്കിന് രൂപ കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാനാണ് ഒരു ദിവസം വെളിപ്പെടുത്തിയത്. അത് തുടർന്നാണ് ആളുകൾ അത് അറിയുന്നത്, തങ്ങളെ ED വിളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം. 100 കണക്കിന് ആളുകൾക്ക് ED പല കേസുകളിലുമായിട്ട് നോട്ടീസ് അയക്കും, അവരെ വിളിച്ചു വരുത്തും, അന്വേഷിക്കും. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമം മാത്രമാണ്. ആ നടപടിക്രമത്തിൻ്റെ ഭാഗമായി
ബന്ധപ്പെട്ട വ്യക്തികൾക്ക് 1 രൂപ ഫൈൻ ചുമത്തിയിട്ടുണ്ടെങ്കിൽ, പിഴ ചുമത്തിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം അത് പുറത്തു പോകില്ലേ? ED ഓഫീസിൽ അതൊക്കെ ഒറ്റുകൊടുക്കാൻ ആളുകൾ ഉണ്ടാകും. എന്തേ ഒറ്റുകൊടുത്തില്ല? അങ്ങനെ ഉണ്ടാകാത്തത് കൊണ്ട് ഒറ്റുകൊടുത്തില്ല. ചന്ദ്രിക കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ള കേസിൽ 8 കോടി രൂപയാണ് EDക്ക് കെട്ടേണ്ടി വന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല ഇത്. ആ കേസിൽ നിന്ന് ചന്ദ്രിക ഊരിപ്പോന്നത് 8 കോടി രൂപ പിഴ കെട്ടിയിട്ടാണ്. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ 2 ദിവസം ED ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ചോദ്യം ചെയ്തു. ഇപ്പോഴിതാ 1-ാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്തെ സ്വർണ്ണക്കടത്ത് വിവാദം പോലെ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം 2-ാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് എടുത്തു പയറ്റുകയാണ് UDFും UDFിനെ സപ്പോർട്ട് ചെയ്യുന്ന, അവരെ ഭരണത്തിൽ കൊണ്ടുവരണമെന്ന് ശപഥം ചെയ്തിരിക്കുന്ന ചില പത്രമാധ്യമങ്ങളും. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം എങ്ങനെ ഉണ്ടായതാണ്, ആരുണ്ടാക്കിയതാണ് എന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശബരിമലയിൽ പരിമിതമായ അധികാരം മാത്രമേ സംസ്ഥാന സർക്കാരിനുള്ളൂ. അവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി വകവെച്ച് നൽകുന്നുണ്ട്. റോഡിന്റെ പ്രവർത്തനം, മറ്റു ഭൗതിക സാഹചര്യങ്ങളുടെ വിപുലപ്പെടുത്തൽ, ഇതൊക്കെ സംസ്ഥാന സർക്കാർ നടത്തുന്നു. ഹൈക്കോടതിയാണ് ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്യോഗ മേഖലയിൽ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നത്. ദേവസ്വം ബോർഡുണ്ട്. ആ ദേവസ്വം ബോർഡിന്റെയും പ്രവർത്തനം പരിമിതമാണ്, അധികാരം പരിമിതമാണ്. ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അപ്രമാദിത്വമാണ് ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളായി നിലനിൽക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ നിലനിൽക്കുന്നത്? കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നതിന് മുൻപ് ശബരിമലയുമായി ബന്ധപ്പെട്ട ആരാധനാക്രമങ്ങൾ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് നിലനിന്നിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ശബരിമല സംരക്ഷിച്ചു പോരുകയും അതിൻ്റെ ആചാരങ്ങൾ നിവർത്തിച്ചു പോരുകയും ചെയ്തിരുന്ന രാജകുടുംബം സർക്കാരുമായിട്ട് കരാറിൽ ഏർപ്പെട്ടു. അത് 1950-ലാണ്. 1957-ലാണ് നമ്മളുടെ സംസ്ഥാനം രൂപീകൃതമാകുന്നത്. നമ്മളുടെ സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് 7 വർഷം മുമ്പ് ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്ന രാജകുടുംബാംഗം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ മദിരാശി സർക്കാരുമായി, തിരുകൊച്ചി സർക്കാരുകളുമായി കരാറിൽ ഒപ്പുവെക്കുകയുണ്ടായി. അതേ തുടർന്നാണ് ഹൈക്കോടതിക്ക് പരമാധികാരം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉളവായത്. നമ്മളൊക്കെ വിചാരിക്കും അവിടെ സർക്കാരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കുന്നത്. അവിടെ ഒരു ഇല അനങ്ങണമെങ്കിൽ, ഒരു പൂച്ചക്കുട്ടിക്ക് അങ്ങോട്ട് പ്രവേശിക്കണമെങ്കിൽ ഹൈക്കോടതിയുടെ അനുവാദം വേണം. അതുകൊണ്ടാണ് NSSും SNDPയും ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകൾ സർക്കാരിന്റെ നിലപാടിനോട് യോജിച്ചത്. കാരണം അവർക്കറിയാം ഗവൺമെന്റിന് ഇത്യാദി കാര്യങ്ങളിൽ വളരെ പരിമിതമായിട്ടുള്ള അധികാരങ്ങളെ ഉള്ളൂ. ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. ഗവൺമെന്റിന് ആരെ പേടിക്കാൻ? ദേവസ്വം ബോർഡിന് ആരെ ഭയപ്പെടാൻ? എന്തെങ്കിലും ചെയ്തിട്ടുള്ളവർക്കല്ലേ ഭയപ്പെടേണ്ടതുള്ളൂ. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം നടക്കട്ടെ. കുറ്റവാളികൾ ആരായാലും അവരെ വെറുതെ വിടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതുപോലെ തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രി പറഞ്ഞു. ദേവസ്വം ബോർഡിന്റെ ചെയർമാനും അങ്ങനെ തന്നെ അഭിപ്രായപ്പെട്ടു. അതൊന്നും പക്ഷേ പ്രതിപക്ഷത്തിന്
പ്രശ്നമല്ല. അവര് നാട്ടിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് ഖുർആന്റെ മറവിൽ സ്വർണം കടത്തിയെന്ന കള്ളപ്രചരണം നടത്തിയതുപോലെ ശബരിമലയിൽ നിന്ന് സ്വർണപ്പാളി എടുത്തുകൊണ്ടുപോകപ്പെട്ടിരിക്കുന്നു, സ്വർണം കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന കുപ്രചരണം അഴിച്ചുവിട്ടുകൊണ്ട് ജനങ്ങളെ തെരുവിലിറക്കുകയാണ്. ദേവസ്വം ബോർഡ് ഒരു അയ്യപ്പ സംഗമം നടത്തുകയുണ്ടായി. പമ്പയിൽ വെച്ച് നടത്തിയ അയ്യപ്പ സംഗമത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് 2 മന്ത്രിമാരുൾപ്പെടെ പങ്കെടുത്തു. ശബരിമല ലോകത്ത് പരിചയപ്പെടുത്തപ്പെടേണ്ട ഒരു വലിയ സന്നിധാനമാണ്. മതമൈത്രിയുടെ, കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമാണ് ശബരിമല. ഞാൻ ശബരിമലയിൽ പോയിട്ടുണ്ട്. തദ്ദേശ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന മന്ത്രി എന്നുള്ള നിലയിൽ അവിടുത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട്, ശുചീകരണ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മല കയറി സന്നിധാനത്തിലെത്തി ഒരു ദിവസം രാത്രി അവിടെ കിടന്നുറങ്ങിയിട്ടുണ്ട്. അതിനൊന്നും യാതൊരു തരത്തിലുള്ള നിരോധനവും ശബരിമലയിൽ നിലവിലില്ല. അയ്യപ്പസ്വാമി ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ മുഖാമുഖം വാവരുസ്വാമി, ഒരു മുസ്ലിം അയ്യപ്പനെ തിരിഞ്ഞിരിക്കുകയാണ്. ഇരുവരും മുഖാമുഖം ഇരിക്കുന്നത് പോലെ തോന്നും. വാവരുസ്വാമിയുടെ നടയും അയ്യപ്പസ്വാമിയുടെ സന്നിധാനവും കണ്ടാൽ. ആ മതമൈത്രിയുടെ ചരിത്രം ലോകത്ത് പ്രചരിപ്പിക്കപ്പെടണം. ലോകത്ത് ഒരുപക്ഷെ ഒരു ക്ഷേത്രത്തിലും ഒരു ആരാധനാലയത്തിലും ഒരേ സമയം ഗീതാമന്ത്രങ്ങളും വിശുദ്ധ ഖുർആനിലെ ഉദ്ധരണികളും ഒരുമിച്ച് ചൊല്ലപ്പെടുന്ന സ്ഥലം വേറെ ഉണ്ടാവില്ല. 18-ാം പടി കയറി അയ്യപ്പനെ ദർശിച്ച് നേരെ അയ്യപ്പ ഭക്തന്മാർ വരുന്നത് വാവരുസ്വാമിയുടെ സന്നിധാനത്തിലേക്കാണ്. അവിടെ വാവരുടെ പിന്മുറക്കാരനായിട്ടുള്ള ഏറ്റവും പ്രായം ചെന്നയാൾ ഒരു തൊപ്പി വെച്ച് ഫാത്തിഹ സൂറത്തോതി അവിടെ വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് കൽക്കണ്ടവും കുരുമുളകും ദക്ഷിണയായിട്ട് നൽകുകയാണ്. അത് വാങ്ങി ഭക്ത്യാദരപൂർവം അയ്യപ്പ ഭക്തന്മാർ അവരവരുടെ വീടുകളിലേക്ക് യാത്രയാവുകയാണ്. ഈ മതമൈത്രിയുടെ സന്ദേശം ലോകത്തെ അറിയിക്കണം. അതാണ് കേരളത്തിന്റെ സംസ്കാരം എന്നുള്ളത് ഉദ്ഘോഷിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. അത് ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രിയെ ദേവസ്വം ബോർഡ് ക്ഷണിച്ചു. മുഖ്യമന്ത്രി പോയി ഉദ്ഘാടനം ചെയ്തു. NSSന്റെ നേതാക്കന്മാർ അതിൽ പങ്കെടുത്തു. SNDPയുടെ നേതാക്കന്മാർ അതിൽ പങ്കെടുത്തു. ഹൈന്ദവ സമുദായത്തിലെ വിവിധ സമുദായ സംഘടനകളുടെ നേതാക്കന്മാർ അതിൽ പങ്കെടുത്തു. അതിലെന്താണ് തെറ്റ്? അതിനെ എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നത്? കാലാകാലങ്ങളായി എല്ലാ വർഷവും മക്കയിലേക്ക് ഹജ്ജിന് പോകുന്ന ആയിരക്കണക്കിന് ഭക്തന്മാരെ അഭിസംബോധന ചെയ്യാറില്ലേ മുഖ്യമന്ത്രിമാർ? ഹജ്ജ് ക്യാമ്പ് മുഖ്യമന്ത്രിമാരല്ലേ ഉദ്ഘാടനം ചെയ്യാറ്? ആ ചടങ്ങിൽ മുസ്ലിം സമുദായത്തിലെ മുഴുവൻ മതസംഘടനാ നേതാക്കളെയും ക്ഷണിക്കാറില്ലേ? എല്ലാ കൊല്ലവും ആദ്യത്തെ ഹജ്ജ് ഫ്ലൈറ്റിന് ഹജ്ജിന് പോകുന്ന ഹാജിമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന, വിശ്വാസികൾ പങ്കെടുക്കുന്ന, മുസ്ലിങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ചടങ്ങ്, ആ ചടങ്ങിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രിയല്ലേ നടത്താറ്? സഖാവ് പിണറായി വിജയൻ എത്ര തവണ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ആ ചടങ്ങ്? കഴിഞ്ഞ തവണ പോലും കണ്ണൂരിലെ ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രിയല്ലേ, പിണറായി വിജയനല്ലേ? മുസ്ലിം സമുദായത്തിലെ എല്ലാ സമുദായ നേതാക്കളും അതിൽ പങ്കെടുത്തില്ലേ? എന്താ അതിൽ നിങ്ങൾ തെറ്റ് കാണാത്തത്? അത് ശരിയാണെങ്കിൽ അതിൽ വസ്തുതാവിരുദ്ധമായി, സത്യവിരുദ്ധമായി ഒന്നുമില്ലെങ്കിൽ അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതിൽ എന്ത് തെറ്റ്? നമ്മളുടെ ഹജ്ജ് ഹൗസിന് ശിലാസ്ഥാപനം നടത്തിയത് കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണല്ലോ. ഹജ്ജ് ഹൗസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പിണറായി വിജയനാണല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ. ആരെങ്കിലും പറഞ്ഞു മുഖ്യമന്ത്രിക്ക് അവിടെ വന്ന് ഇത് ഉദ്ഘാടനം ചെയ്യാൻ എന്തവകാശം എന്നാരെങ്കിലും ചോദിച്ചോ?
മുഖ്യമന്ത്രി മുസ്ലിമാണോ? മുഖ്യമന്ത്രി ഇസ്ലാമിക പണ്ഡിതനാണോ? ഈ ഹജ്ജാജികളുടെ യാത്രയപ്പ് ഉദ്ഘാടനം ചെയ്യാൻ എന്ന ചോദ്യം ഏതെങ്കിലും കോണിൽ നിന്ന് ഉയർന്നോ? ആരും അങ്ങനെ പറഞ്ഞില്ലല്ലോ. ക്രൈസ്തവരുടെ മാരാമൺ കൺവെൻഷൻ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചാൽ മുഖ്യമന്ത്രി പോകും, ഉദ്ഘാടനം ചെയ്യും. അതിലൊക്കെ എന്തിരിക്കുന്നു? കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രതിനിധിയാണ്. അദ്ദേഹം അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തപ്പോ ഇവിടെ ചില ആളുകൾക്ക് അത് പിടിച്ചില്ല, BJPക്ക് അത് പിടിച്ചില്ല, RSSന് അത് പിടിച്ചില്ല, ചില മുസ്ലിം തീവ്രവാദി ഗ്രൂപ്പുകൾക്കും അത് പിടിച്ചില്ല. RSS അതിന് ബദലായി മറ്റൊരു അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു. എന്താണ് ആ സംഗമത്തിൽ പങ്കെടുത്ത പ്രസംഗകന്മാർ പറഞ്ഞത്? വാവർ ഒരു മുസ്ലിം തീവ്രവാദിയായിരുന്നു എന്ന്. തീവ്രവാദം എന്ന് പറയുന്ന വാക്ക് ലോക മലയാള പദാവലിയിൽ സ്ഥാനം പിടിക്കുന്നതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചു പോയി എന്ന് കരുതപ്പെടുന്ന മനുഷ്യനാണ് വാവര്. വാവരെന്ന് പറയുന്ന മുസ്ലിം തീവ്രവാദിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അയ്യപ്പ സംഗമത്തിന് ദേവസ്വം ബോർഡ് മുതിർന്നത്. വാവര് സ്വാമിയുടെ നട എങ്ങനെയെങ്കിലും ശബരിമലയിൽ നിന്ന് ഇല്ലാതാക്കണമെന്ന് കുറെ കാലമായി RSSകാർ മോഹിക്കുന്നു, BJP ആഗ്രഹിക്കുന്നു. അത് സംരക്ഷിച്ചു നിർത്തും എന്ന നിലപാടാണ് ഇടതുപക്ഷ സർക്കാർ എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്, അങ്ങനെ ശബരിമലയുടെ മതമൈത്രിയുടെ ചരിത്രം എന്നേക്കുമായി മായ്ച്ചു കളയാൻ വേണ്ടിയാണ് RSS കോപ്പ് കൂട്ടുന്നത്. അങ്ങനെ കോപ്പ് കൂട്ടുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശബരിമല ക്ഷേത്രത്തിന്റെ അയ്യപ്പ സന്നിധിയുടെ കാര്യങ്ങൾ നോക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. ലോകത്തോട് നമ്മൾക്ക് പറയേണ്ടതുണ്ടത്. വാവര് സ്വാമിയുടെ നട ഇല്ലാതായാൽ അയ്യപ്പ സ്വാമിക്കാണ് അതുകൊണ്ടുള്ള ഏറ്റവും വലിയ കോട്ടം സംഭവിക്കുക എന്നുള്ളത് തിരിച്ചറിയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന് സാധിക്കുന്നു. വിശ്വാസികളുടെ 1 രൂപയും ഒരു സ്ഥലത്ത് നിന്നും സർക്കാർ എടുത്തുകൊണ്ടുപോകുന്നില്ല. ഒരു ക്ഷേത്രത്തിൽ നിന്നും ഒരു ദർഗയിൽ നിന്നും ഗവൺമെന്റിലേക്ക് പണം പോകുന്നില്ല. ആ പണമൊക്കെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ വിപുലീകരണത്തിന് വേണ്ടി, ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയും നവീകരണത്തിന് വേണ്ടി, ബന്ധപ്പെട്ട സമുദായങ്ങളിലെ പാവപ്പെട്ടവരുടെ ക്ഷേമം ലക്ഷ്യമാക്കി ചെലവഴിക്കുകയാണ്. അല്ലാതെ ശബരിമലയിൽ നിന്നോ ഗുരുവായൂരിൽ നിന്നോ പുത്തമ്പള്ളിയിൽ നിന്നോ മമ്പുറത്ത് നിന്നോ ഒരു പൈസ പോലും ആരും കൊണ്ടുപോകുന്നില്ല.